ഞാൻ വേണു പറമ്പത്ത് ഉജ്ജയിനി ബിനി കൊല്ലേണ്ട യൂട്യൂബ് ചാനൽ ഉടമ. ഞാനിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിയുടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേളുക്കുട്ടി മേസ്ത്രി എന്ന് പറഞ്ഞ് കോഴിക്കോട്ടെ ഏറ്റവും വലിയ ഒരു കരാറുകാരാണ്, വീടും ഒരു കോൺട്രാക്ടറാണ്, ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇദ്ദേഹത്തിനെ പറ്റി ഒരു അവാർഡ്, MBT നന്മ അവാർഡ് ഇദ്ദേഹത്തിന് മറ്റേ പിണറായി വിജയൻ മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ട് കൊടുത്തിരുന്നു. ഞാൻ ഏതായാലും അതുകൊണ്ടുള്ള കാര്യമായതുകൊണ്ട് ഞാനവിടെ പോയിട്ടുണ്ട്. കേവലമൊരു ജോലിക്കാരെന്ന നിലയിൽ നിന്ന് ആകാശ സൗധങ്ങളുടെ നിർമ്മാതാവെന്ന നിലയിലേക്കുള്ള മേസ്ത്രിയുടെ വളർച്ചയെ അത്ഭുതം എന്നല്ലാതെ വിശേഷിപ്പിക്കാനാവില്ല. ജീവിത വൈഷമ്യങ്ങളെ പടവെട്ടി അനുകൂലമാക്കി മാറ്റുന്ന ആ ജീവിതമാകെ തന്നെ വിസ്മയജനകമാണ്. സമയത്ത് അത് സംബന്ധമായിട്ട് സംസാരിക്കുന്നത്, അതായത് ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ വേദിയിൽ, അന്ന് പരിപാടി നടത്തിയ വേദിയിൽ വളരെ വ്യത്യസ്തമായ കോഴിക്കോട് ടൗണിലെ വ്യവസായ പ്രമുഖർ, അതായത് ഈ മലബാർ ജ്വല്ലറിയുടെ എ പി ഹമ്മർ, പിന്നെ ഗൂഗിൾ ഗോപാൽ, പിന്നെ മറ്റേ സ്റ്റീലുണ്ടല്ലോ PK ഹമ്മദ്, സ്റ്റീലിൻ്റെ PK ഹമ്മദ്, അങ്ങനെ നിരവധി വ്യക്തികൾ, അതുകൊണ്ട് PV ചന്ദ്രൻ, അങ്ങനെ നിരവധി വ്യക്തികൾ വേദിയിലുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ആൾക്കാരായിട്ടൊക്കെ ഇദ്ദേഹത്തിലുള്ള ഒരു ആത്മീയ ബന്ധം എന്ന് പറഞ്ഞാൽ അവരൊക്കെ വേണ്ടിയിട്ട് നല്ല കെട്ടിടം നിർമ്മിച്ചു കൊടുത്ത വ്യക്തിയാണ് ഈ കേളുക്കുട്ടി വ്യക്തി. അപ്പോൾ അത് കേളുക്കുട്ടി മേസ്ത്രി. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വെച്ചാൽ ഇദ്ദേഹം അതിനെപ്പറ്റി ഒരു ഭാഗം അയാളെ പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട്. അതായത് T. ഹസൻ എന്ന് പറഞ്ഞ വ്യക്തി പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ T. ഹസൻ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം കരാറുകാരൻ ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കരാർ പ്രത്യേകിച്ചാൽ 10 ടു സമയബന്ധമായി ജോലി ഏറ്റെടുത്ത പ്രശസ്തനായ വ്യക്തിയായിരുന്നു കേളുക്കുട്ടി. പണം കിട്ടാനുള്ള സമയദൈർഘ്യവും ക്വാളിറ്റിയിൽ അദ്ദേഹത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത മനസ്സുമായിരുന്നു സർക്കാർ കരാറിനുമായി കേളുക്കുട്ടിയെ മാറ്റാതിരുന്നത്. ഇദ്ദേഹം സർക്കാർ കരാറിനായിട്ട് പോയിട്ടില്ല. ഇദ്ദേഹം ഇങ്ങനെയുള്ള ഇതുപോലെ എന്താ വെച്ചാൽ പോകാതിരിക്കാൻ കാരണത്തിൽ സർക്കാർ കരാർ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറേയധികം ലാഭവും ഒക്കെ ഉണ്ടാകുമല്ലോ. അതിൽ നിന്ന് പോകാതെ നാട്ടിലെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, പ്രമുഖ വ്യക്തികൾക്ക് ഏറ്റവും സത്യസന്ധമായിട്ട് ഇയാൾ എടുത്തുകൊണ്ട് ഈ കരാറിൽ ഈ ആൾക്കാരൊക്കെ ഇയാളെ ഒരു ആരാധകരായി മാറിയത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതിനിടയ്ക്ക് അയാളെ ഒരു കാര്യത്തിലേക്ക് കിടക്കുന്നത്, ആദ്യമായിട്ട് ഞാൻ അയാളെ പറ്റി ഈ പുസ്തകത്തിൽ ഇതിന് ചില ഭാഗം വായിക്കുകയാണ്. അതായത് ഇയാൾ ഫാദറെ പറ്റി പറയുന്നത് വെച്ചാൽ, കേളുക്കുട്ടിയുടെ അച്ഛൻ കൃഷിപ്പണിക്കാരനും മറ്റ് വേലകൾക്ക് കന്നുകൂട്ടാനും പോകുമായിരുന്നു. കൂടാതെ വീടുകളിൽ മുത്തപ്പൻ ദൈവത്തിന് കൊടുക്കുന്നതിനും പോകാറുണ്ടായിരുന്നു. അത്യാവശ്യ പൂജാതി കർമ്മങ്ങളും അദ്ദേഹത്തിന് വശമായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ നാട്ടിൻപുറത്ത് പണ്ടുണ്ടായിരുന്ന ഒരു ഗോത്ര സംസ്കാരം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സംഭവം പകർന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാൾ ഫാദറും. തുടർച്ച ഇദ്ദേഹത്തിനും ആ ഒരു സംഭവം വന്നുണ്ടായി. ആ സംസ്കാരത്തിൻ്റെ ചില സംഭവങ്ങൾ ഇയാളിലേക്ക് വരികയുണ്ടായി. കാരണം ഇയാൾ അതായത് ഇദ്ദേഹം അവിടെ ബുക്ക് പറയുന്ന വെച്ചാൽ ചിറക്കലിലെ കാവും പാറക്കെട്ടും കഴിഞ്ഞാൽ മുകൾ ഭാഗത്തായി കുഞ്ഞാലിക്കടവ്, മനാനത്ത് കാവും കണ്ടങ്കേരി കരയ്ക്കുള്ള ജുമാ മസ്ജിദും അന്ന് അത്ഭുതമായി നിൽക്കുന്നു. മനത്താവത് കാൽ ഉത്സവം മിഥുനമാസത്തിലെ നടത്തി വരാറുള്ളത്. നാട്ടിലെ മിക്കവാറും എല്ലാവരും സന്ധ്യയിൽ മാമ്പുഴയിൽ നിന്ന് മീൻ പിടിച്ച് കറി വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ആണ് അതിൻ്റെ ഇവിടുത്തെ ഈ കാവിൽ ഉത്സവം ആരംഭിക്കുന്നത്. ആ ഉത്സവം അതിൻ്റെ അടുത്ത് തന്നെ, കാവിൻ്റെ അടുത്താണ് ജുമാ മസ്ജിദിൽ എല്ലാ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം ചായയും പലഹാരം കൊടുക്കുന്ന രീതി ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യത്തെയും കൂട്ടായ്മയിൽ നിന്നാണ് ഇയാൾ വളർന്നു വന്നത്. പിന്നെ അതിൻ്റെ നരേശ്വര ക്ഷേത്ര ചിറക്കൽ കുന്നത്തും ശ്രാമ്പി, പുത്തൂർ ഗവൺമെൻറ് LP സ്കൂളും മദ്രസയും പുത്തൂർ ദേശസേവത്തിൻ്റെ വായനശാലയും എല്ലാം ഉയർന്നു വന്നത് ജനങ്ങളുടെ ത്യാഗത്തിൻ്റെ ഈ കൂട്ടായ്മയില്ല. അപ്പോൾ ജനങ്ങളുടെ ത്യാഗത്തിൻ്റെ കൂട്ടായ്മയിലെ ഒരു അംഗമായിട്ട് ചെറുപ്പത്തിൽ ഇയാൾ വളർന്നു വന്നുകൊണ്ട് ആ ഒരു സംസ്കാരം ഇയാളിൽ സജീവമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതും കഴിഞ്ഞിട്ട് ഇയാൾ ഇയാളെ ബാല്യകാലത്ത് പിന്നെ ഇയാൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചാൽ
ഇദ്ദേഹം മറ്റേ അധ്യയന ഭാരം കൂടുതലാണ് ഇയാൾ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ അത്യാവശ്യം ഇയാൾ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് ഇദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാതെ ഇദ്ദേഹത്തിന് ജോലിക്ക് പോകേണ്ടി വന്നു. അപ്പം അങ്ങനെ പറയുന്ന ജോലിക്ക് ഇയാൾ ചെറുപ്പത്തിൽ പോയി തുടങ്ങി. അധ്വാന ഭാരം കൂടുതലാണെങ്കിൽ കൂലി കൂടുതൽ കിട്ടുന്ന ജോലിക്കാർക്കാണ് കേൾക്കുട്ടി താല്പര്യപ്പെട്ടത്. പാടത്ത് പണിക്ക് പോയ കേൾക്കുട്ടിയുടെ മനസ്സിൽ കുട്ടികളെ കാളകളെ കൂട്ടിക്കെട്ടി കലപ്പയുമായി ഉഴുന്ന മോഹം ഉണ്ടായിരുന്നു. അതിന് അയാളെ ചെറുപ്പത്തിൽ ആഗ്രഹമാണ്. അതായത് ഈ ഇങ്ങനെ ഉഴണം, ഇത് കലപ്പൊക്കെ കെട്ടിയിട്ട് ഒരു വീടിൻ്റെ ഒരു സംഭവം ഇയാൾക്ക് മനസ്സിൽ വരിക. അത് തീർന്നയാൾക്ക് തോന്നുകയുണ്ടായിരുന്നു. കാളകളുടെ കഴുത്തിൽ മുഖം വെച്ച് കിട്ടി അതിനോട് ചേർത്ത് കലപ്പ കെട്ടി ചെളിയുടെ വേഗം കുതിക്കുന്ന കാഴ്ചയായിരുന്നു സ്വപ്നത്തിലേറെയും. ഈ സ്വപ്നം കണ്ടുകൊണ്ടാണ് അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ഇയാൾ ഈ പല പണിക്ക് പോയപ്പോൾ അമ്മയ്ക്ക് അച്ഛനൊക്കെ ഭയങ്കര വെറുപ്പ്. വിദ്യാഭ്യാസം വേണ്ടമാർ ഭയങ്കര കൊടുക്കാതെ ഇങ്ങനെ ജോലിക്ക് അയച്ചു. പക്ഷേ ഇയാൾ ഈ ജോലി പോയാൽ മാത്രമേ വീട്ടിൽ പട്ടിണി മാറ്റാൻ അവസ്ഥയുണ്ട് മനസ്സിലാക്കി ചെറുവൈകും തന്നെ ചെറുപ്പം തന്നെ ജോലിക്ക് പോയി. അപ്പോൾ അമ്മ ഈ അച്ഛൻ്റെ പേര് രാരു എന്നും അമ്മേൻ്റെ പേര് മാളുവാണ്. അപ്പോൾ രാരുവിനും മാളുവിനും മകൻ ഇത്ര ചെറുപ്പത്തിൽ ജോലി ചെയ്യുന്നതിൽ പ്രയാസമുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ സങ്കടം നിറഞ്ഞ മനസ്സുമായി നരകണ്ണുകളോടെ അമ്മ അടുത്തെത്തി കൊച്ചുമോനെ ഉറക്കത്തിൽ തലോടുന്നത് അയാൾ അറിഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും അറിയിക്കാതെ ഉറക്കമടിച്ചു കിടക്കുകയായിരുന്നു കേൾക്കുട്ടി. അമ്മയുടെ സങ്കടം എന്തിനാണെന്ന് അയാൾ അറിയാമായിരുന്നു. എന്നാൽ താൻ ജോലിക്ക് പോയി തുടങ്ങിയ ശേഷമാണ് വീട്ടിൽ ദാരിദ്ര്യം പെട്ടെന്ന് കുറഞ്ഞെന്ന് ഓർക്കുമ്പോൾ സന്തോഷവും അച്ഛനമ്മയ്ക്ക് അത് നൽകിയ ആശ്വാസവും ഒക്കെ മനസ്സിലായി. അങ്ങനെ ഇയാൾ ഈ വീട്ടിൽ കഷ്ടപ്പാടുള്ളതുകൊണ്ട് ഇയാൾ ജോലി ചെയ്യാൻ പുറപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ നമ്മൾ കാണുന്ന വെച്ചാൽ ഇയാൾ പിന്നെ അത് കഴിഞ്ഞ് ആ പണി ഇയാൾ ഇങ്ങനെ നാട്ടിലാദ്യം മറ്റേ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ പോയത്. അത് കഴിഞ്ഞ് ഇയാൾ കൺസ്ട്രക്ഷൻ വർക്കിൽ പോയതിന് മുമ്പായിട്ട് ഇയാൾ വെച്ചാൽ ഈ പാറമടയിൽ ജോലിക്ക് പോയി. പാറമടയിൽ ജോലി വളരെ ബുദ്ധിമുട്ടാണ്, പാറ പൊട്ടിക്കുക. അപ്പോൾ സാഹസികമായ ജോലിക്ക് പോകാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. പാറ പൊട്ടിക്കുക, പാറ 4 ഭാഗത്തേക്ക് ചെതറും. അതുപോലെ അതിന് ഒച്ചത്തിൽ ഇങ്ങനെ വെടിവെക്കുന്ന സമയത്ത് ഒച്ചത്തിൽ വിളിച്ച് കൂക്കി വിളിക്കും. അപ്പോൾ ആ പാറ പൊട്ടിക്കുന്ന എല്ലാവരും അടുത്തവരാണ്. അങ്ങനെ അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഇയാൾ വളരെ സാഹസികമായ ഈ ചെറു മനസ്സ് തന്നെ ആ പാറ പൊട്ടിക്കുന്നിടത്ത് പോവുകയും ചെയ്തിട്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ആദ്യം ചെറുപ്പത്തിലെ പങ്കുവെച്ചു സാഹസികമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു പ്രയാണം കൂടിയൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഇയാൾ പിന്നെ ഈ പാറ പൊട്ടിക്കൽ പണിയിൽ കൂടി വ്യാപൃതമാവുകയും അതുപോലെ പണി ചെയ്തു. പിന്നെ അയാളുടെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിച്ചിട്ട് പോലെ തന്നെ ഈ നമ്മുടെ ഗോത്ര സംസ്കാരം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതിൽ ഇയാൾക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. വടക്കേപ്പറമ്പ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസങ്ങളിൽ കേൾക്കുട്ടി പണിക്ക് പോകാറില്ല. കാരണം കൂട്ടുകാരുടെ വെച്ച് ഉത്സവത്തിന് പോകണം. നാട്ടിലെ ഉത്സവങ്ങൾക്കൊക്കെ കൂട്ടുകാർക്കൊപ്പം തരിച്ചും കേൾക്കുട്ടി പോകാറുണ്ടായിരുന്നു. ഉത്സവത്തെ കാവിൽ ഉത്സവം വേറിട്ടതാണ്. കാവിൽ ഉത്സവം തുടങ്ങുന്നത് മാമ്പുഴയിൽ നിന്നും മീൻ പിടിച്ച് കരുവച്ചിട്ടാണ്. വെള്ളാട്ടം തിറയും താലപ്പൊലിയുമൊക്കെ കാണുന്നതും അതോടൊപ്പം തന്നെ ഈ ഇതിൽ വളക്കച്ചവടമൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇയാൾക്ക് നടന്നു കളിക്കുന്ന ചെറുപ്പത്തിൽ ഇയാളെ ബാല്യകാലത്ത് ഇയാൾക്ക് ഭയങ്കര താല്പര്യമുള്ള സംഭവമാണ്. പിന്നെ ഇയാൾ പിന്നെ അതിൻ്റെ അടുത്തൊരു കടവുണ്ടല്ലോ നമ്മളെ കടവ്. അപ്പോൾ ആ കടവിൽ വീടിനടുത്തായിരുന്നു കുഞ്ഞാലിക്കടവ്. കേളിക്കുട്ടി തോണി തുഴയാൻ പഠിച്ചത് അവിടെ നിന്നാണ്. തോണി തുഴയാൻ കേളിക്കുട്ടിക്ക് ഏറെ താല്പര്യം ഉണ്ടായിരുന്നു. ഒരു തോണി തുഴയുക, തോണിക്കാരനാവുക എന്തായിരുന്നു എന്നതൊക്കെ ചെറുപ്പത്തിലെ ഇയാളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ അയാൾ തോണി തുഴയാൻ പഠിച്ചു. അങ്ങനെ അതിൽ നിന്നും അദ്ദേഹം ഒരു തോണിക്കാരനാവുക എന്ന സങ്കല്പം ചെറുപ്പത്തിൽ ഇയാളെ മനസ്സിൽ ചിന്തി വരികയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇയാളുടെ ജീവിതത്തിൽ പിന്നെ സാവധാനം പിന്നെ വിവിധ പണികളിലേക്ക് ഇയാൾ പോകുന്നത് നമ്മൾ കാണുന്നത്. ഇയാൾ പിന്നെ ആദ്യം നമ്മൾ ദേവഗിരി കോളേജ് ഉണ്ടല്ലോ ഇവിടെയല്ലേ, ദേവഗിരി കോളേജിലെ നമ്മളെ പണി നടക്കുന്ന കാലമാണ്. അതായത് എനിക്കൊന്ന് ഞാൻ ദേവഗിരി കോളേജ് പഠിച്ചോ, അതായത് ഏകദേശം ഒരു 1950 50 അവസാനിക്കായിരിക്കും. സാധനത്തിന് 50. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇയാൾ പോയിട്ട് ദേവഗിരി കോളേജിൽ കുട്ടപ്പൻ മുതലാളിയുണ്ടല്ലോ, കുട്ടപ്പൻ കോൺട്രാക്ടർ, അയാളുടെ കീഴിൽ പണിക്ക് അയാൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. കുട്ടപ്പൻ്റെ പണിക്ക് കയറപ്പോൾ അയാൾ എല്ലാ പണിക്കും ഇയാളെ വിളിച്ചു. അങ്ങനെ ദേവഗിരി കോളേജിൽ കരാർ പണിക്ക് ഇയാൾ പോയി അവിടെ ചെറിയ പണിയെടുത്ത് തുടങ്ങി ദേവഗിരി കോളേജ്. അത് കഴിഞ്ഞ് പിന്നെ ഇയാൾ കേളിക്കുട്ടി നരോത്ത് കണ്ടൻകുട്ടിയായിട്ട് ബന്ധപ്പെട്ടു. നരോത്ത് കണ്ടൻകുട്ടി എന്ന കോൺട്രാക്ടറാണ് മെഡിക്കൽ കോളേജ് കരാറെടുത്ത്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കരാറെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇദ്ദേഹം പോയി പണിയെടുക്കുകയും അങ്ങനെ അവിടുന്ന് 2 സ്ഥലത്തും കൂടി ഇയാൾ കുറേയൊക്കെ കരാർ സംബന്ധമായിട്ടുള്ള, അതായത് ഇങ്ങനെയുള്ള വലിയ ബിൽഡിംഗ് എടുക്കേണ്ടതായിട്ടുള്ള അനുഭവങ്ങളും അറിവുകളൊക്കെ ഇയാൾ സ്വയം സ്വായത്തമാക്കി. അങ്ങനെ ആയതിനു ശേഷം ഇദ്ദേഹം ഇയാൾ മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടു. അപ്പോൾ ഇയാളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇയാൾ ഈ മറ്റുള്ള ആൾക്കാരിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇയാൾ ഈ തൊഴിലാളികളായിട്ട് വളരെയധികം നല്ല അടുത്ത ബന്ധം സ്ഥാപിച്ച വ്യക്തിയാണ്. കൃഷിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന കാർഷിക വൃത്തിയിലെ മാമ്പുഴയിലെ മത്സ്യബന്ധനവും തോണിക്കുത്തലും പാറപ്പണിയുമൊക്കെ തൊഴിലാക്കി സ്ഥിരവരുമാനില്ലാത്തൊരു ജനവിഭാഗമായിരുന്നു കേളിക്കുട്ടി ജനിച്ചു വളർന്ന വൈദ്യുതി മിത്തിൽ ബഹുഭൂരിഷ്ടം.
കേവലം സീസണിലായ ജോലി ചെയ്തിരുന്ന കുടുംബം തനിച്ചു പോകാൻ പെടാപ്പാട് പെടുന്ന ഒരു ജനതയോട് യുവാക്കൾക്ക് വർഷം മുഴുവൻ ജോലി നൽകുന്ന നിർമ്മാണ മേഖലയിലേക്ക് എത്തിക്കുകയും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകുകയും ചെയ്ത കഠിനാധ്വാനിക അസാധാരണ മനുഷ്യനായി കളിക്കുട്ടി. അങ്ങനെ ആ നാട്ടിൽ ദാരിദ്ര്യമൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുള്ള ആൾക്കാർക്ക് അവരെയൊക്കെ ഇയാളെ പണിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ അവർക്കൊക്കെ പുതുജീവിതം നൽകിയ വ്യക്തിയായി പേടി വിട്ടല്ലേ നിത്യായികളെ ഇയാൾ മാറി. അങ്ങനെ മാറി പിന്നെ അയാളുടെ കൂടെ ഇയാൾ അതിൻ്റെ ഒരു എഞ്ചിനീയർ അതിൻ്റെ അനുഭവം പറയുന്നുണ്ട്. ഒരു എഞ്ചിനീയർ ബിടെക് പാസ്സായി ഇവിടെ വന്നപ്പോൾ ഒരു എഞ്ചിനീയർ അവിടെ ഒരു ദാമോദരൻ എന്ന് പറഞ്ഞ ആൾ ദാമോദരൻ ഇയാൾക്ക് ഒരു എഞ്ചിനീയർ ഉപദേശം കൊടുത്തു. അതായത് നിങ്ങൾ പോകാൻ ചെയ്തിട്ട് ഞാൻ ഒരാളുടെ അടുത്തേക്ക് അയക്കാം, അയാളുടെ കൂടെ ഒരു വർഷം ജോലി ചെയ്താൽ ഭാവിയിൽ നല്ലൊരു എഞ്ചിനീയർ ആവാം എന്ന് അദ്ദേഹം ഇന്ന് ഓർക്കുമ്പോൾ ഞാനാക്കിയ കളിക്കുട്ടിയേട്ടൻ എന്നെ പഠിപ്പിച്ചതാണ്. സമയത്തിൻ്റെ കാര്യത്തിലുള്ള കൃത്യത, തൊഴിലാളികളോടുള്ള ഇടപെടൽ, ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ലായ്മ, അടുത്ത ദിവസത്തെ ജോലികൾ അന്ന് തന്നെ ചെയ്യുക, ഇതൊക്കെ ഈ എഞ്ചിനീയർ ഇയാളുടെ പഠിച്ചെടുത്താൽ ഇത് ഇയാളെ ജീവിതത്തിൽ പ്രായർത്ഥ്യമാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് എഞ്ചിനീയർ തന്നെ അദ്ദേഹത്തിന് വളരെ മുന്നോട്ട് കഴിഞ്ഞു എഞ്ചിനീയർ ഇയാളെ പറ്റി സ്മരിക്കുന്നുണ്ട്. സൂചിച്ചു. പിന്നെ കാളാണ്ടിത്താഴം, കുന്നമംഗലം എന്നീ നടന്നു പോകുന്ന സ്ഥലങ്ങൾ മദ്യപാനികൾ നിറഞ്ഞിരുന്ന ഒരു കാലത്ത് പക്ഷേ പുത്തൂർ മഠം ദേശത്ത് അങ്ങനെ ആവാതിരിക്കാൻ കേൾക്കുട്ടി മേഴ്സി പ്രദേശത്തുകാർക്ക് നൽകിയ സ്ഥിരം ജോലികൾ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ആൾക്കാർക്ക് ജോലി നൽകിക്കൊണ്ട് പല ഭാഗത്തും മദ്യപാനികൾക്ക് ആവാതെ ആക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ടെന്നാണ് പുസ്തകം പറയുന്നത്. പിന്നെ സർക്കാർ കരാറുകാരനായിട്ട് ഈ അദ്ദേഹം പോകാതിരിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല. അത്തരത്തിൽ ഉയരത്തിലേക്ക് ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇയാളെന്തൊക്കെ ഇയാളുടെ ആ സത്യസന്ധതയും ഇയാളെ സാമൂഹിക ബോധവും ഇയാളുടെ അതോടൊപ്പം ഇയാളുടെ അന്തർലീനമായ ഇയാളുടെ പാരമ്പര്യം കിട്ടിയ ആ ഗോത്രവർഗ ഗ്രാമീണ സംസ്കാരത്തിൽ ഇയാളെന്ന വ്യക്തിയുടെ ഇച്ഛാശക്തി വളർത്തിയെടുത്തു. അതാണ് അദ്ദേഹം പിന്നെ നമ്മൾ കണ്ട് ഇന്നത്തെ പരിപാടി ഉണ്ടല്ലോ, പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ചേർത്ത് വന്ന് ഇയാൾക്ക് ഇങ്ങനെ അവാർഡ് കൊടുക്കുന്ന അവസ്ഥയ്ക്ക് ചേർന്ന് നമ്മുടെ നാട്ടിൽ തന്നെ കോഴിക്കോട് തന്നെ വടക്കോട്ട് ദേവരി കോളേജിലെ ഇയാളെ സഹകരിച്ചിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് ഇയാളെ പ്രവർത്തനം സഹകരിച്ചിട്ടുണ്ട്, കേരളത്തിൽ മുഴുവൻ ഇയാളെ പ്രവർത്തനത്തിൽ സഹിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഇവിടെ ഗോകുലം ഗോപാലിലൊക്കെ ഇന്ന് പരിപാടി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന് 3-4 കെട്ടിടങ്ങൾ ഇയാൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആട്ടെ കടച്ചൂർ മെഡിക്കൽ കോളേജ് ഇത് അയാളതാണ് ഗോകുലം ഗോപാലിൻ്റെ. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തുള്ള കോഴിക്കോട് ഇറങ്ങിയ ഗോകുലം മറ്റേ സൂപ്പർ മാർക്കറ്റില്ലേ, അത് ഇദ്ദേഹമാണ് അതിൻ്റെ കോരക്കാരത്തിന്. തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് കുന്തംകുളം ഇത് അദ്ദേഹം എടുത്തു കൊടുത്തത്. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ട ഇതുണ്ടല്ലോ, ഇങ്ങനെയുള്ള എല്ലാ ഒരുപാട് സംഭവങ്ങൾ. ഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂട്, ഗോകുലം ഗോപാലൻ കൂടുതൽ അടുത്ത്. അതുപോലെയുള്ള ഇവിടെ നമ്മളെല്ലാ ആൾക്കാരെയും മറ്റേ വിക്കെ സ്റ്റീൽ ബിൽഡിങ്, അതുപോലെ തന്നെ പിന്നെ മലബാർ ജ്വല്ലറിൻ്റെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, മലബാർ ജ്വല്ലറിൻ്റെ വലിയ കുന്നമംഗലത്തിൽ വലിയൊരു സംഭവം അത് ഇയാളെ കോൺട്രാക്ട് എടുത്തു. അങ്ങനെ കോഴിക്കോട് കേരളം മുഴുവൻ മറ്റേ പല മെഡിക്കോളേയും പല ഭാഗത്തും അത്തരത്തിൽ ഉന്നതമായ സാധനങ്ങൾക്കെടുത്ത് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കേണ്ടത്, അതായത് എനിക്ക് ഇദ്ദേഹം താല്പര്യം എന്താ വെച്ചാൽ ഈ പരിപാടിയിൽ ആദ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ അവിടുത്തെ ഈ മലബാർ ജില്ലയുടെ AK അഹമ്മദ് AP അഹമ്മദ് മലബാറില്ല അദ്ദേഹം സംസാരിച്ചാൽ അദ്ദേഹം പറഞ്ഞാൽ ഈ കേരളം ഇന്ന് ഒരു വൈറ്റ് കോളർ സംസ്കാരത്തിൽ നിൽക്കുകയാണല്ലോ. ആ വൈറ്റ് കോളർ സംസ്കാരത്തിൻ്റെ വ്യത്യസ്തമായി കായിക ജോലിക്ക് സ്വയം ഏറ്റെടുത്തുകൊണ്ട് കായിക ജോലിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു തുടക്കത്തിൽ. അതൊരു മാതൃകയാണ്. കാരണം ഇപ്പോൾ കേരളം ഇന്ന് കായിക ജോലിക്ക് വേണ്ടി ആൾക്കാരെ നിമിത്തപ്പെടുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ കായിക ജോലി ചെയ്തും ആൾക്കാർക്ക് ഏറ്റവും നല്ല സ്ഥിതിയിൽ എത്താം എന്നുള്ള ജീവിക്കുന്ന ഒരു തെളിവായിട്ട് നമുക്ക് ഇദ്ദേഹത്തെ കാണാൻ പറ്റും. അത് കേരളത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ, കാരണം ജനങ്ങൾ ഒരു കായിക ജോലി ചെയ്യാൻ വളരെ വീട്ടം കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് സമൂഹത്തിന് വളരെ ഗുണപ്രദമാണ്. ഇദ്ദേഹം അത് പറഞ്ഞത് മറ്റേ നമ്മളെ AP അഹമ്മദ് മലബാർ ജ്വല്ലറി അദ്ദേഹമായിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹമായിട്ടും അദ്ദേഹത്തെ ഈ ആശയം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ ഉജ്ജയിനി പണ്ട് എൻ്റെ തറവാടായിരുന്നു. ആ തറവാടിൽ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കെ ഈ പറഞ്ഞ അഹമ്മദ് അതിൻ്റെ അപ്പുറമുള്ളൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അയാൾ നിത്യവും ബസ്സിന് ഇവിടെ കോഴിക്കോടേക്ക് വരിക അയാൾ മുഹമ്മദ് അന്ന്. അപ്പോൾ അന്ന് നമ്മളെ ഭാര്യ കോഴിക്കോട് ജില്ലാ മിഷൻ ടീച്ചറാണ്. അതിനും പകനും ബസ് കയറിയിട്ട് ഇങ്ങോട്ട് ഇവിടെ കോഴിക്കോടേക്ക് വരിക. അപ്പോൾ ആ ബസ്സിൽ ഇയാളുണ്ടോ അഹമ്മദ് നമ്മളെ മകനെയൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെച്ചിട്ട് ആണ് അന്ന് യാത്ര ചെയ്ത് വന്നത്. അപ്പം അങ്ങനെ അന്നും ഒരു സാമൂഹ്യ ബോധമുള്ള സ്വഭാവം കാണിച്ചിരുന്നു. പിന്നെ അത് മാത്രമല്ല അയാളെ ഈ കായിക ജോലിയെ പറ്റിയും കരകൗശല ജോലിയെ പറ്റിയും പ്രധാനപ്പെട്ട വേറെ കാരണം അയാളെ ഈ സ്ഥാപനത്തിൽ ഈ കരകൗശല ആഭരണം നിർമ്മിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അത് കരകൗശല ജോലിയാണല്ലോ.
അപ്പോൾ അതിലൊക്കെ കേരളത്തിലെ ആൾക്കാർ പിന്നോട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതും കൂടി ആയിരിക്കും പറഞ്ഞത്. അപ്പോൾ അത് ഏതായിരുന്നാലും ആ വൈറ്റ് കോളറിന് ഇതിനെതിരായിട്ട് കായിക ജോലിക്ക് പ്രാധാന്യമുള്ളൊരു സംഭവം അയാൾ എടുത്ത് നാട്ടിൽ കാണിക്കുകയുണ്ടായി. അപ്പോൾ അത് കേരളത്തിൽ ഇന്നത്തെ കാലഘട്ടത്തോട് ആക്കിയ കാര്യം കൂടിയാണ്. കേരളത്തിൽ പൊതുവെ ഈ കായിക ജോലിയോട് ആൾക്കാർക്ക് താല്പര്യം കുറവാണല്ലോ. അതുകൊണ്ടാണല്ലോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരോട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂടെ കേരളത്തിൽ ഒരു ബദൽ അന്വേഷിക്കുന്ന ആൾക്കാർ ആ ഒരു ഇഷ്യൂ കാണാതെ പോയാൽ ഒരു കാര്യം ഇവിടെ നടക്കില്ലെന്ന് കാണും. അപ്പോൾ അതിലേക്ക് ഈ വൈറ്റ് കോളർ ആധിപത്യത്തിനെതിരെ നമ്മുടെ മറ്റേ മലബാർ ജ്വല്ലറിയുടെ ഹമോ സാർ പറഞ്ഞ് വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനും എൻ്റെ മനസ്സിൽ വളരെ കാലമായിട്ട് ഈ ഒരു സംഭവം എങ്ങനെയാണ് നമ്മളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാനൊരു മാർഗം കണ്ടില്ല. ഞാനതിനെ കണ്ടൊരു മാർഗ്ഗം എൻ്റെതായ ബുദ്ധിയിൽ വെച്ചൊരു കാര്യമാണ്. അതായത് അതിന് വേണ്ടിയുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മുളങ്കട്ടൻ നെയ്ത്ത് കണ്ടത്. അത് തുടക്കത്തിൽ ഒരു മുളങ്കട്ടൻ നെയ്യിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയിട്ട് പിന്നെ അവരെ മറ്റു കായിക ജോലിയിലേക്ക് മാറ്റാനുള്ള ഉദ്ദേശമായിരുന്നു ഞാനത് ഇതാക്കിയത്. അങ്ങനെ ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആശയത്തിൽ ഞാൻ കുറച്ച് പ്രവർത്തിച്ചു. അങ്ങനെ രണ്ട് വീഡിയോകൾ, ഒന്ന് ഈ ഓഗസ്റ്റ് 19, ഒന്ന് ഓഗസ്റ്റ് 29. ഈ രണ്ടിലും ഈ ഒരു വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം അത് വേണ്ട വിധത്തിൽ നമ്മളെ ആശയങ്ങൾ വേണ്ട വിധത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന കാര്യം എല്ലാവരും ഏറ്റെടുത്തില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ അവസാനം ഞാനൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ അവിടെ മഹാരാജാസ് കോളേജിലെ ആണല്ലോ നമ്മളെ ഈ MK സാനു സാറുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന സീനിയറായ മറ്റൊരു പ്രൊഫസറാണ് പ്രൊഫസർ ലീലാവതി. പ്രൊഫസർ ലീലാവതിക്ക് ഞാനൊരു കത്തെഴുതിയിരുന്നു. അതായത് സംബന്ധമായിട്ട് അവസാനമായിട്ട് ഞാൻ കത്തെഴുതിയിരുന്നു. മറുപടി കിട്ടിയിരുന്നില്ല. അപ്പോൾ ലീലാവതിക്ക് ഞാൻ പറഞ്ഞ സാബു സാറേ, ഒരു MK സാനു സാറേ, മറ്റേ ഉണ്ടല്ലോ ഒരു കട്ടൻ, അതായത് ഈ പറഞ്ഞ മുളങ്കട്ടൻ, അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ചിത്രം വരച്ചിട്ട് മുളങ്കട്ടൻ അവിടെ കോളേജിൽ തൂക്കണം എന്നുള്ളതാണ് എൻ്റെ ആശയം. അപ്പം അങ്ങനെ വരാമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഏതെങ്കിലും മലയാള കവിത ആവിഷ്കരിക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ ഈ കട്ടനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മലയാള കവിത തന്നെ വേണമെന്നില്ലേ, ചിലപ്പോൾ നമുക്ക് സിനിമ പാട്ട് ഉപയോഗിക്കാം, എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് പറ്റിയൊരു പാട്ടായി തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ വയലാറിൻ്റെ പെരിയാറേ എന്നുള്ള പാട്ടാണ്. അതെന്താ വെച്ചാൽ ഒരേ സമയത്ത് പള്ളിയുണ്ട്, മലയാറ്റൂർ പള്ളിയും ആലുവ ശിവരാത്രിയൊക്കെ പറയുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഒരു അംശം അതിലുണ്ട്. മാത്രമല്ല ആ പാട്ടിലാകുമ്പോൾ നമ്മളെ MK സാനു അവിടെ നമ്മുടെ ആലുവ തീരത്ത് വെച്ചിട്ടുള്ള അതിമഹത്തായ ഇതുണ്ടല്ലോ മതസൗഹാർദ്ദ സമ്മേളനം, അതായത് നടത്തിയത് ഈ ചിരുനകളെ ഒരു നേരത്തിൽ, അതൊക്കെ MK സാനു സാറിന് വളരെ ഇഷ്ടപ്പെട്ട സംഭവമാണല്ലോ. അപ്പോൾ MK സാനുവിനെ നമുക്ക് ഈ പറഞ്ഞ പെരിയാറിൻ്റെ ചിത്രത്തിൽ ഈ മലയാറ്റൂർ പള്ളിയും പിന്നെ ആലുവ ശിവരാത്രി സ്ഥലത്തൂടെ മതസൗഹാർദ്ദം നടത്തിയ സ്ഥലവും നമ്മൾ കാണിക്കുക. അവിടെ നമുക്ക് അവിടെ അതിൽ സാനു സാർ നിൽക്കുന്നതായി കാണിക്കുക. ഇതാണ് സാനു സാറോട് ചെയ്യുന്ന ഒരു ജീവന്തര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളൊക്കെ വളരെ പ്രവർത്തിച്ച ആളാണല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടി ചെയ്താൽ ഗുണമായിരിക്കും. പിന്നെ അത് മാത്രമല്ല വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ മുളമ്പായി ഈ ആണല്ലോ കട്ടലിലാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അത് കായിക ജോലിയുടെ ഒരു പ്രതീകമായി, കായിക ജോലി ചെയ്യുന്നതിൻ്റെ പ്രതീകമായി മുളമ്പായും മുളം കട്ടലും ചെയ്യുന്നൊരു സംഭവം കൂടി ആയിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മുടെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ആശയവും നമ്മുടെ എന്ത് പറഞ്ഞാൽ ഞാൻ പുറത്തിടുന്നത് കേരളത്തിലെ കായിക ജോലിക്കൂടുള്ള ജനങ്ങളുടെ വിപ്രതിപത്തി ഇല്ലാതാക്കല്ല അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യാന്നുള്ള ഒരു മാർഗം കാണിച്ചു തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഈ പരിപാടി നമ്മുടെ ഇയാളുണ്ടല്ലോ, നമ്മുടെ രണ്ട് വ്യക്തികൾ ആണ് തുടങ്ങിയത്. അതായത് നമ്മുടെ കേളിക്കുട്ടി മിസ്ത്രിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ പ്രശംസിച്ച നമ്മുടെ മലബാർ ജ്വല്ലറി AP അഹമ്മദ്, അവരൊക്കെ ആശയം നമുക്ക് ചേർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കരകൗശല കായിക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ കട്ടൻ നെയ്ത്തുകാരെ നമ്മുടെ നാട്ടുകാർ സംഗീത സംഘങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആവേശവും ഉന്മേഷവും നടത്തുമ്പോൾ അവർ പ്രൊഡ്യൂസ് ഉൽപ്പന്നങ്ങൾ വൈറ്റ് കോളർ ആധിപത്യമുള്ള നമ്മുടെ നാട്ടിലെ വിവിധ ജീവനക്കാരും മറ്റുമൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ സഹായിക്കും ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട്. അപ്പോൾ നമ്മൾ ശാസ്ത്രസാഹിത്യ വർഷമൊക്കെ നടത്തുന്നത് ഇങ്ങനെ പല വിപണനങ്ങൾ നടത്തും. അവരെ കൊണ്ട് അക്കാര്യത്തിൽ സഹായിക്കുകയും അത് സഹായിച്ചു കഴിഞ്ഞാൽ ഈ ആശയം മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം.